ഗോയ്സ്, അപ്പോൾ ഇത് നമ്മുടെ ഊട്ടിയിലെ ഫസ്റ്റ് മോർണിംഗ് ആണ്. ഇതാ നമ്മൾ എണീച്ച് നമ്മൾ പുറത്ത് പോകുന്നതാണ്. ഇത് അനോട്ട് ഇത് ഓൾറെഡി പുറത്തുണ്ട്. എങ്ങനെയുണ്ട് ധവനി? എങ്ങനെയുണ്ട് കാശ്മീരോ? രാവിലെ തന്നെ നല്ല സുഖമുണ്ട്. നല്ലൊരു എന്താ പറയണ്ടേ, നല്ലൊരു ഫാമിൻ്റെ പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ നടുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മണിയന്നെ നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത മണിയാണ്. നമ്മൾ നല്ല ബാർഗെയിൻ ചെയ്തിട്ട് ചേട്ടാ ഇത് അത്രയ്ക്ക് നല്ല പറഞ്ഞിട്ട് വാങ്ങിയതാണെങ്കിലും റൂമും സ്റ്റേയും അടിപൊളിയാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഇതിന് ചുറ്റുപാടുള്ള തേയിലത്തോട്ടും അത് ഇതും എല്ലാം നല്ല വ്യൂ ആണ്. രാവിലെ തന്നെ 50 ഡിഗ്രി സെൽഷ്യസ് തണുപ്പ്. ചെരുപ്പൊന്നും ഇടാണ്ടാണ് കാലിങ്ങനെ തണുക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്കിത് കുറച്ച് ശീലമായതുകൊണ്ട് ഓക്കെ ആയി. നീ എവിടെയാണെന്ന് പറഞ്ഞു? ഞാൻ ഇപ്പം മധ്യപ്രദേശിലാണ്. മുന്നേ വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്നു. അവിടെയെല്ലാം 3 ഡിഗ്രി 4 ഡിഗ്രി വരെല്ലാം തണുപ്പ് പോയി. ഡിസംബറിൽ സിക്കിമിൽ പോയിട്ടുണ്ട്. സിക്കിമിൽ ഇത്രത്തോളം തണുപ്പെല്ലാം തോന്നിയിട്ടില്ല. ഇവിടെ അത് പിന്നെ കുറച്ച് വീക്കായി പോയി. പിന്നെ ഇതിൻ്റെ ചുറ്റിലും തേയിലത്തോട്ടാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് വേണമെങ്കിൽ ബൈക്കിൽ പോകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂസ് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. നമ്മൾ പാർക്കിംഗ് എല്ലാം മുകളിലാണ് വരിക. ഈ വീടിൻ്റെ മുകളിലായിട്ടാണ് പാർക്കിംഗ് വരിക. ജസ്റ്റ് പ്രതീക്ഷയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. മസാല ദോശ ഓർഡർ ചെയ്തിരിക്കുകയാണ്. മസാല ദോശയിൽ കൂടുതൽ ബീട്രൂട്ട് വേണമെന്ന് പറയുന്നത്. നമുക്ക് ചോദിച്ചോക്കാം, ബീട്രൂട്ട് ആണോ അല്ലെങ്കിൽ ഇവിടെ ഫുൾ ഉരുളക്കിഴങ്ങാണെന്നുള്ള അറിയില്ല, ചോദിച്ചോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. ഊട്ടിയിൽ സാധാരണ എല്ലാവരും സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടാണ് വരാറുള്ളത്. പക്ഷേ നമുക്കെല്ലാവർക്കും ട്രക്കിംഗ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ ഊട്ടിയുള്ളൊരു ട്രക്കിംഗ് ലൊക്കേഷൻ നോക്കി കണ്ടുപിടിച്ചു. നമ്മൾ പോകുന്ന ലൊക്കേഷൻ്റെ പേരാണ് സെങ്കൊട്ടിയാർ മലൈ. ഊട്ടി ടൗണിൽ നിന്നും ഏകദേശം ഒരു 30 കിലോമീറ്റർ കടന്നിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. അതായത് കൂനൂർ, മഞ്ഞക്കൊമ്പൈ ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളുടെ അടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ടൗൺ ഏരിയയിൽ നിന്നും മാറിയ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ പോകുന്ന യാത്രാ വഴികൾ എന്ന് വെച്ചാൽ അതിമനോഹരമായുള്ള യാത്രാ വഴികളാണ്. റോഡുകൾ വളരെ നല്ലതാണ്. മാത്രമല്ല നല്ല ചായത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള യാത്രയാണ്. നമ്മൾ നമ്മുടെ യാത്ര തുടർന്നത് നമ്മുടെ ഈ ബൈക്കിൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു പറഞ്ഞ ലൊക്കേഷനിലൊക്കെ ബസ് സർവീസും ഉണ്ട്. പക്ഷേ ബസ് സർവീസ് ഇടവിട്ടുള്ള ബസ് സർവീസാണ്. വണ്ടി ഇല്ലാത്തവർക്ക് ബസ് സർവീസിലും കയറിയിട്ട് പോകാൻ പറ്റുന്നതാണ്. ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് മുന്നേ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഊട്ടി ട്രിപ്പ് തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഒരു ലൊക്കേഷനാണ് ഈ സെങ്കൊട്ടിയാർ മലൈ. ഈ റീജിയനിലുള്ള ചെറിയ ചെറിയ പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും അതുപോലെ തന്നെ കോളനികളിലൂടെയാണ് ഈ ഒരു റോഡ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്ന വഴി തന്നെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഊട്ടിയിൽ നമ്മൾ സാധാരണ നമുക്കറിയാം സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ റഷ് ഉണ്ടാകുന്ന സ്ഥലമാണ് ഊട്ടി ടൗൺ. പക്ഷേ ടൗണിൽ നിന്നും മാറിയത് കൊണ്ട് തന്നെ നമുക്ക് അധികം ആൾക്കാരില്ലാത്ത ഒരുപാട് ലൊക്കേഷൻസും വ്യൂ പോയിൻറ്റ്സും നമുക്ക് ഈ ഒരു വഴിയിൽ തന്നെയുണ്ട്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലൊക്കേഷനിലേക്കുള്ള ഈ ഒരു വഴിയും വളരെ വളരെ ഇഷ്ടപ്പെടും. നമ്മളിൽ മിക്ക ആൾക്കാരും യാത്രക്ക് വേണ്ടിയിട്ട് വഴി കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്സ് ആണ്. പക്ഷേ എന്ത് ഗൂഗിൾ മാപ്സ് ഉണ്ടായാലും
ഒരു സ്ഥലത്തേക്കുള്ള ഏറ്റവും നല്ല വഴി അറിയുക അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഊട്ടിയിലുള്ള ഈ യാത്രക്കിടയിൽ ഒരുപാട് പ്രാവശ്യം വഴി തെറ്റിയിട്ടുണ്ട്. ആ വഴി തെറ്റിച്ചതൊക്കെ ഗൂഗിൾ മാപ്സ് ആയിരുന്നു, പക്ഷേ കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞത് അവിടെയുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ എപ്പോഴും പൂർണ്ണമായിട്ട് ഗൂഗിൾ മാപ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു സെങ്കൊട്ടിയാർ മലയിലേക്കുള്ള യാത്രക്കിടെ നമ്മുടെ വഴി 1-2 പ്രാവശ്യം തെറ്റി. പക്ഷെ ഓരോ പ്രാവശ്യവും നമ്മൾ തിരിച്ച് ശരിയായ വഴിയിലേക്ക് കയറിയത് അവിടെയുള്ള ആൾക്കാരുടെ ഹെൽപ്പ് കൊണ്ടാണ്. മാത്രമല്ല, നമ്മൾ ഈ വഴിയിലേക്ക് തിരിച്ചു കയറിയത് ഗൂഗിൾ മാപ്സിൽ ഇല്ലാത്ത വഴികളിലൂടെയാണ്. അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നമ്മൾ സാധാരണ റോഡിലൂടെ പോകുന്ന പോലെയല്ല, കാടിൻ്റെ നടുവിലൂടെയുള്ള ഒരുപാട് നല്ല നല്ല പാതകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റി. എത്ര വീടുണ്ട് നോക്ക്. വെള്ളം വാങ്ങിക്കണോ? വേണ്ട, എൻ്റെ അടുത്ത് കുപ്പിയുണ്ട്, കുപ്പിയിൽ വെള്ളം എടുത്തിനാ. ഇങ്ങനെ ഓരോ പ്രാവശ്യം വഴി തെറ്റുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണ്. അതായത് നമ്മൾ അധികമാരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ നമ്മൾ ഓരോ പ്രാവശ്യവും സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും അത് വ്യത്യസ്തമായിരിക്കും, യുണീക്കായിരിക്കും എന്നതാണ് സത്യം. അതുതന്നെയാണ് നമുക്ക് ഈ യാത്രയിലും സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. இந்த சேம் ரோடா? இந்த சேம் ரோடு மண் ரோடு ബൈക്ക് പോവോ? എന്നിട്ട് നമുക്ക് മെയിൻ റോഡ് കയറാം. ആ ആ മേല പുലിയും ആനയൊന്നും വരാതിരിക്കട്ടെ. സ്ട്രെയിറ്റ് പോ. സെറ്റ് റോഡല്ലേ? പൊളി. റൈറ്റ് അല്ലേ? കോട്ടക്കൽ റൈറ്റ് അല്ലേ? റൈറ്റോ? ഇവിടെ റോഡില്ല ഇനി. അയ്യോ, റോഡൊക്കെ തീർന്നു. എല്ലാം 1 കിലോമീറ്റർ അങ്ങോട്ട് നടക്കുന്ന ഇതിൽ തന്നെയല്ലേ? ഇതന്നെയല്ലേ?
എത്തുന്നിടത്തോളം പോവാല്ലേ. റോഡ് വളരെ മോശമായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് താഴോട്ടേക്ക് നടക്കുന്നതാണ്. എടുക്കുന്നില്ല, നമ്മൾ തെങ്കോട്ടി മലയിലേക്കുള്ള വഴിയാണെന്ന് വിചാരിച്ച് പോകുന്നതാണ്. ഇപ്പോൾ ഇതന്നെ ആയിരിക്കണം, ആപ്പിൽ അങ്ങനെയാണ് കണ്ടത്. ഇവിടെ മൊബൈലിന് റേഞ്ച് വരെ ഇല്ല. റോഡൊന്നും ഇല്ലാത്ത സോ ഗൈസ്, ഇവിടെ നിന്ന് ഇതാ കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുകളൊക്കെ ഉണ്ട്. നമ്മളോട് പറഞ്ഞത്, നമ്മൾ നേരത്തെ കോട്ടക്കൽ പറഞ്ഞ സ്ഥലത്ത് നിർത്തിയില്ല, റോഡ് അവസാനിച്ച സ്ഥലം. അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു, റൈറ്റിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു. നമ്മൾ റൈറ്റിലേക്കാണ് വന്നത്. ഇതുവഴി ബൈക്ക് പോകും, പക്ഷെ നമ്മുടെ ബൈക്കിങ്ങോട്ടേക്ക് ഇറക്കാൻ വലിയൊരു ധൈര്യമില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടുന്ന് നടക്കാമെന്ന് വിചാരിക്കുന്നു. അടിപൊളി നല്ല മൊത്തം ഇത് ഫുള്ള് 300 ഏക്കർ. 300 ഏക്കർ ഭൂമി പ്രൈവറ്റ്. கீழே 6 சென்டரில் 6 விடுது. கீழே இது கீழே ஒரு வீடு இருக்கு. ஒரு வயசானவரும் ஒரு வயசான பாட்டி இருக்காங்க. இங்கேருந்து 1 கிலோமீட்டர் கீழே போகணும். கீழே போனால் 6 போயிட்டு அப்படியே கேரளா போயிடலாம். கேரளா இதே ரோடு தான். அப்படியே போய் அப்படி வந்து அதாவது ஒரு பெரிய மரம் ஒரு தெரியுதா உங்க உள்ள, அதான் கிரவுண்ட். அந்த மரத்துக்கு அப்புறம். ஓகே, போயிட்டு வரேன். சரி. தண்ணி இருக்கு. எக்ஸ்பிரஸ் നല്ല കോട വരുന്നുണ്ട്. കോട നല്ലോണം പിടിക്കുന്നിടക്ക് നമുക്ക് മുകളിലെത്തണം. ഗൈസ്, എങ്ങനെയുണ്ട്? നല്ല നൈസായിട്ടുണ്ട്. തളർന്നല്ലേ എല്ലാവരും? ഹാർട്ട് വല്ലാണ്ടിരിക്കുന്നു. നടക്കാം നമുക്ക് എന്നാലേ. വാ വിഷ്ണു, കമോൺ. ബൈക്ക് റൈഡിന് നല്ലത് ആണ്. ജീപ്പ് ഉണ്ടെങ്കിൽ കൂളായിട്ട് വരാൻ പറ്റിയ വഴിയാണ്. എനിക്കറിയില്ല, ജീപ്പ് ഉണ്ടെങ്കിൽ കൂളായിട്ട് വരും. പക്ഷേ ബൈക്കിൻ്റെ കാര്യം വരുമായിരിക്കും, പക്ഷേ എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല. ഇറക്കം സിമ്പിളായിരിക്കും. ഇറക്കം ഇതായാലും സിമ്പിളാ, ഈ വഴിയായാലും. നടക്കാം. ഇത് പ്ലാസ്റ്റിക് പോലെ ഉണ്ടല്ലേ? നൈസ്. വാ. അപ്പോൾ ഇതാ നമ്മളിതാ ഒരു മരത്തിൻ്റെ ടിപ്പിലെത്തിയിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇനി കുറച്ചുകൂടി നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നൈസ് മരം. ഇതാ ചായത്തോട്ടത്തിലൂടെയുള്ള വഴിയാണ്. ഇവിടുന്ന് ഇതാ ആ കോട മൂടിക്കിടക്കുന്ന സ്ഥലത്താണ് നമ്മുടെ വ്യൂ പോയിന്റ്. എന്തായാലും നമ്മൾ അവസാനം എത്തി. ആക്ച്വലി ഈ വഴി എല്ലാവരും നമ്മൾ വരാണ്ടിരുന്നത്. നമ്മളാദ്യം ആ ഒരു ജംഗ്ഷൻ്റെ അകത്തുനിന്ന് നടന്ന് വരാൻ പറ്റുന്ന ഒരു വഴി ഉണ്ടായിരുന്നു താഴെയിലൂടെ. അപ്പോൾ അതുവഴി വന്നിട്ടുണ്ടാണെങ്കിൽ നമുക്ക് ഇത്രയും വരേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെങ്കിൽ നമുക്ക് ഈ വ്യൂ ഒക്കെ മിസ്സാവുമായിരുന്നു. നമ്മൾ ഇതേ ദൂരം തന്നെ തിരിച്ചടക്കണ്ട അങ്ങോട്ടേക്ക്. അങ്ങോട്ട് പോകുന്നതിന് ഇതിൻ്റെ ഉള്ളിലോട്ടൊരു ഷോർട്ട് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ ഇടയിലോട്ട് ആള് നടക്കുന്ന വഴി കണ്ടിട്ടില്ലേ? നമ്മൾ ബൈക്ക് വെക്കുന്നതിലേക്ക് അടുത്തേക്ക് നമുക്ക് എത്താം. ആ ജംഗ്ഷനിലേക്ക് എത്തിയാൽ മതി.
ആകാശ് ബ്രോന്റെ ഒരു ഇൻസൈറ്റ് ആണ് നമ്മൾ ഏരിയ വരെ എത്തിച്ചത്. ആകാശ് ബ്രോന്റെ ഒരു ഇൻസൈറ്റ് ആണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചത്. അന്ന് മോളിന്ന് കണ്ടു ഇതാണ് ചെങ്കോട്ട മതി. അവിടെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. ബാബാ ഇത് പറയാം. ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. വഴി എങ്ങനെയാ? വരാൻ പറ്റുമോ? ആ ആണോ? ഓക്കെ. ഗൈസ്, അതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. വഴിയില്ല നടക്ക്. വണ്ടി എടുത്തിട്ട് വരാൻ പറ്റൂല. കീഴെ ഒരു വഴിയുണ്ട്, അത് വഴിയാ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. വഴിയില്ല, നമുക്ക് തിരിച്ചു പോവാ. എന്നാല് റിട്ടേൺ അടിക്കാം. അപ്പോൾ നമുക്ക് ഫൈനലായുള്ള വഴി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ വേറെ ആൾക്കാരെല്ലാം വേറെ ഏതൊക്കെയോ വഴിയിലോട്ടാ പിന്നെ വ്യൂ പോയിന്റിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു നടക്കണം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഒരു അണ്ണ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നതാണ്. നമുക്ക് നോക്കാം. வழி இருக்கா? வழி இல்லை, இதே மாதிரி தான் தெரியாது. வழி இல்லை. காடு தான் சோளம் மட்டும் அது കൊണ്ട് വഴി இல்லை. പോകാൻ പറ്റൂലേ? പോകാൻ പറ്റില്ല. ഇത് എത്ര ആൾക്കാർ വന്നു ഇവിടെ? നിറയെ ആൾക്കാർ. இந்த വഴി தானே? ഇല്ല, സ്ട്രൈറ്റ് മേലെ റൈറ്റില്ല നേരെ പോയിട്ട് റൈറ്റ്. റൈറ്റ്. അവിടെ ചെറിയ മരം ഉണ്ടല്ലേ, ഡബിൾ മരം ഉണ്ടല്ലേ, പെരിയ മരത്ത് ഇപ്പുറത്ത് റൈറ്റില കട്ട് பண்ணி നേരെ അങ്ങനെ. அது மரம் இல்ல, பெரிய ஒரு காட்டு மரம். അവിടെ மேல முகுலிலே അവിടെ പാറേന്റെ മുകളിൽ പോകാൻ പറ്റുമോ? இந்த വഴി തന്നെ. ஆனா கொஞ்சம் ஜாக்கிரதை, ஸ்லிப்பாகும் போகணும். நிறைய ആൾക്കാർ വന്നത് നേരത്തേക്ക് പോയി കണ്ടു. പിന്നെ നമുക്ക് വഴി മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി. நீங்க அப்படி போனீங்க, முகல் கூட போய் திருச்சி இறங்கும்போது எப்படி வந்து இப்படி இல்ல இந்த வழியே வந்து இந்த வழியே தானே வந்தேன். இந்த கீழ்த்து வழியா? அதுதான் செங்கோட்டை மலை. അപ്പോൾ ഇതാ നമുക്ക് വഴി അറിയാത്തോണ്ട് ഈ അണ്ണൻ നമ്മളെ അവിടത്തം വരെ വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ വരുന്നതാണ്. அங்கே எப்படி ആൾക്കാരവിടെ പോയി നോക്കി ഇവിടെ அப்படி போகக்கூடாது. இப்படி வந்து
அதோட வழி சொல்லுங்க. ஐயா வழி கூட போய் இது ஸ்ட்ரைட்டாக அதுக்கு போகலாம். இந்த வழியா? இந்த வழி வேண்டாம், இந்த வழி வேண்டாம் உங்களுக்கு. அப்படி அப்படி அந்த பவுண்டரியில் பக்கத்தில் கொடுத்துருங்க. யோசனை போகணும் பாருங்க பாரு. உங்கள் பேர் என்ன? சின்னசாமி. ആ ഇതുവഴി പോയിട്ട് നമ്മുടെ നേരത്തെ തിരിച്ചു വന്നേ. ആ സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ വഴിയില്ല. അപ്പോൾ നേരത്തെ പോയിട്ട് വഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മടങ്ങി അതേ വഴിയിൽ തന്നെയാണ് നമ്മളെ ചിന്നസ്വാമി നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ആ വഴിയിലൂടെ തന്നെ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. മലമ്പാമ്പിനെ ഇവിടുന്ന് നമ്മളെ പിടിക്കാൻ കഴിയില്ല. എന്താ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവര് പോകുന്ന വഴിക്കൂടെ പോവാം അല്ലേ? വിഷ്ണു വാ. അധികം സ്പീഡാക്കല്ല, മെല്ല. പോവാ. വിഷ്ണു വാ, മണങ്ങിട്ട് വാ. No! ധനുഷ്, ഗോകുൽ, സച്ചിൻ, മുകേഷ്. ഓക്കെ ഡൺ. ബാ പോലാം. ഞാൻ എടുത്തോളാം. ഇവിടെ அப்படிதானே போவோம். கீழே இல்ல பேர். അവനെ ശ്രദ്ധിക്കണേ. ഇപ്പോൾ വരും. നോട്ട് നിൽക്കുക ചേട്ടാ, നോട്ടേക്ക് സേഫ്. വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നതിന് നമ്മൾ തിരുമ്പി പോകുന്നായിരുന്നു. അപ്പോൾ ഒരണ്ണ നമ്മളോട് പറഞ്ഞു ഇവിടെ വരെ നമുക്ക് വഴി കാണിച്ചു തന്നു വന്നിട്ട്. ആ ആന വഴി ഇല്ലല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റാൻ. പോയിട്ട് വരാം വിഷ്ണു. ടയർഡ്.
வழி ஆ இருக்கு. அப்படி கிராஸா ஏறி வந்தீங்கன்னா ஓ இந்த இல்லைன்னா கேரள பார்த்து നവനി നോക്കണേ സ്റ്റീപ്പാ പുല്ല് പിടിച്ച് നടന്നോ. ആ ബൈക്കില് 2 ബൈക്ക് ബുള്ളറ്റ്. ഓ ബുള്ളറ്റ് 2 ബുള്ളറ്റ്. ആ ഗോഡ്. இப்படி हाँ हाँ നോ രക്ഷ. സൂപ്പർ. വീട്ടിൻ്റെ പിന്നെ വീട്ടിൽ പോകണ്ട അത്ര. അപ്പോൾ നമ്മൾ ശരിക്കും ആക്ച്വലി ട്രിപ്പ് പകുതിക്കുന്ന നമുക്ക് വഴി മനസ്സിലാവാണ്ടായി അല്ലായി ഇതായി പകുതിക്ക് നിർത്തി പോകാന്നെല്ലാം പറഞ്ഞ ട്രിപ്പായിരുന്നു ഇത്. വഴിക്കുന്ന നമ്മളെന്തോ പോകുന്ന വഴിക്ക് ഒരു തോട്ടത്തൊഴിലാളി കണ്ടു. എന്നാ പേര് മണികണ്ഠൻ. മണികണ്ഠനെ നമുക്കൊരു വഴി പറഞ്ഞു. നമ്മുടെ കൂടെ വന്ന് നമുക്ക് ഇവരെ നമ്മൾ അവസാനം എൻഡിൻ്റെ അടുത്ത് വരെ നമുക്ക് ഉണ്ടാക്കി തന്ന് വഴി കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ എത്ര 4 ഫ്രണ്ട്സിനെ കിട്ടി. അവർ വഴി നമ്മളിപ്പോൾ ഇതാ പകുതിക്ക് നിർത്തി പോയ ട്രിപ്പിൻ്റെ എൻഡ് വരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു. അതെ അതെ. അതിന് സ്റ്റാർട്ടിങ്ങിൽ ആകാശ് ബ്രോൻ്റെ ചെറിയ ചെറിയ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, അതായത് ആദ്യം തൊട്ടിട്ട് ഇവിടത്തേക്ക് വഴിയില്ലായിരുന്നു. നമ്മൾ എത്തിയ ആദ്യം ഒരു ഫോട്ടോ എടുത്ത സ്പോട്ട് വരെ നമുക്ക് അവിടെ വഴിയില്ലായിരുന്നു. ഇത്ര റിസ്ക് എടുത്ത് ഒരിടത്ത് നമ്മൾ ഇതുവരെ നമ്മൾ പോയിട്ടില്ല. ഇത്ര റിസ്ക് എടുത്ത് കാട്ട് ഒരു വഴിയില്ല ശരിക്കും ഇവിടെ. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്സിൻ്റെ അകത്ത് സൂം ചെയ്ത് നോക്കിയിട്ട് ഈ ടീ പ്ലാന്റേഷൻ്റെ ഇടയിലൂടെ ആൾക്കാർ നടന്നു പോകുന്ന വഴി കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് ഏകദേശം ഇവിടെ വരെ എത്തിയത്. നിർത്തിപ്പോയി വിചാരിച്ചെടുക്കുന്ന ആകാശ് ബ്രോൻ്റെ ഒരു ചെറിയ ഐഡിയ അത് ഇതാ ഈ മല കണ്ട് അങ്ങനെ തുടങ്ങിയതാണ് നമ്മൾ ഇവിടുത്തെ. ഇപ്പം നമ്മൾ എന്തെങ്കിലും വരെ എത്തിയിരിക്കും. പക്ഷേ എങ്കിൽ വ്യൂ, ഇതിൻ്റെ ആക്ച്വൽ വ്യൂ നമുക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതാ മൂടൽ മഞ്ഞ് തെച്ച് മൂടിയിട്ട് ഭയങ്കര മിസ്റ്റാണ്. ഇതിൻ്റെ ശരിയായ വ്യൂ കാണാൻ പറ്റില്ല. നീ മുമ്പിൽ പോടും. എടാ ഡോഗിനെ കൂട്ടിയിട്ടാ വന്നതിന്. ഇവര് ചിലർ ഡോഗിനെല്ലാം കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മളെ സിംബ കാണണ്ട.
വഴി കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഇവിടെ വരെ വന്നു നേരത്തെ, വഴി കണ്ടില്ല, എന്നിട്ട് അങ്ങനെ വന്നു. നമ്മൾ ഇവിടെ വന്നല്ലേ. ബൈ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഏകദേശം എത്താനായി. പക്ഷെ നമ്മളെ വണ്ടി അങ്ങ് എസ്റ്റേറ്റിൻ്റെ അകത്താണുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ട് എടുക്കണം. എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാർ താമസിക്കുന്ന കോളനിയാണ്. ഹലോ, നമ്മൾ അത്ര ദൂരെയാണ് വെച്ചേ. എത്ര ദൂരം ഉണ്ടായിരുന്നു?